ഷമീറിൻ്റെ വെല്ലുവിളി അല്ല, റിപ്പോർട്ട് തിരുത്തിയുടെ വെല്ലുവിളി. ആക്ച്വലി ഈ വിഷയങ്ങളൊക്കെ സംഭവിച്ച് ഇവൻ റിപ്പോർട്ട് തിരുത്തി. ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡടക്കം ഇവൻ്റെ പ്രീവിയസ് റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടൊക്കെ എടുത്ത് പുറത്തിട്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് വിട്ടതിന് ശേഷം ഇവൻ എൻ്റെ ചാനലിൽ വന്നിട്ട് 2 വീഡിയോ, അതായത് ഇവൻ്റെ 2 വീഡിയോ, ഞാനിട്ട 2 വീഡിയോ ഷമീർ സ്ട്രൈക്ക് അടിച്ച് റിപ്പോർട്ട് അടിച്ച് കളയാനുള്ള പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷമീറിനോട് പോയിട്ട് പറഞ്ഞു, ഷമീറെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കാരണം നീ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ മൂത്രക്കേസ് കഴിഞ്ഞാൽ നിന്നെ വിട്ട്, ഓക്കെ, പിന്നെ എനിക്ക് നിൻ്റെ പിന്നാലെ നടന്ന് നീ എന്ത് ചെയ്തെന്നുള്ളതൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിൻ്റെ ട്രേഡിങ്ങോ നിൻ്റെ ഓടിക്കാറോ അതൊന്നും ഞാൻ അവനോട് സംസാരിച്ചിട്ടുമില്ല. അതൊക്കെ അവൻ്റെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ അവൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ ലൈഫിലോ ഇനി എന്തെങ്കിലും ഒരു സ്കാം പോലൊരു സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉഡായിപ്പ് വരുമ്പോൾ അപ്പം ഡീൽ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നീ പുറത്ത് കൊണ്ടുവന്ന നിൻ്റെ ഈ കോണ്ടൻറ്റ്, ഈ മൂത്രം കണ്ടൻറ്റ്, അതിൻ്റെ പിന്നിൽ ഫേക്ക് ഉണ്ട് അല്ലെങ്കിൽ സ്കാം ആണെന്നുള്ളതുകൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതായത് നീ ബ്ലൈൻഡായിട്ട് കുറേ പേരെ പറ്റിക്കുകയാണ്. അപ്പം ആ പറ്റിക്കൽ നമ്മൾ പൊട്ടിച്ച് കളയണമല്ലോ. അതാണല്ലോ ഈ ചാനലിലെ പരിപാടി. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിൽ കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടികളിൽ ഒന്നാണത്. അപ്പോൾ അത് ഞാൻ വളരെ വൃത്തിയായിട്ട് ചെയ്തു. നിൻ്റെ കുറേ പ്രീവിയസ് പാസ്റ്റ്, നിൻ്റെ പരിപാടികളൊക്കെ കുറേ സാധനങ്ങൾ ഹിയർസേ ആയിട്ടും അല്ലാതെയും ഒക്കെ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതൊക്കെ നിൻ്റെ ലൈഫ് പോണ പരിപാടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പം ഭീഷണിയായിട്ട് പറഞ്ഞത്. ഞാൻ ഇത്രയും എന്നോട് പറഞ്ഞുള്ളൂ, അതവൻ ഭീഷണിയാക്കി. ഷമീർ ആദ്യം മനസ്സിലാക്കേണ്ടത്, സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭീഷണി ഇങ്ങനെയല്ല. ഭീഷണി എന്താണെന്നുള്ളത് ഭീഷണിയല്ല. ഞാൻ കുറച്ച് റിയൽ കാര്യങ്ങൾ ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതും എന്നോട് ഈ സോഷ്യൽ മീഡിയയിലകത്തുള്ള നിനക്കും കൂടി അറിയാവുന്ന, നീ തൊപ്പിയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ ഈ വീഡിയോയിലാണ്ട് പറയാം. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അതിൻ്റെ ബാക്കിൽ എന്ത് നടന്നു എന്നുള്ളതൊക്കെ ഇനി നിൻ്റെ വള്ളി, നീ ടാർസനായിട്ട് പിടിച്ച് കണക്ക്. ഓക്കെ. പിന്നെ ഷമീറിനോട് ആദ്യം പറയാനുള്ളത്, നിൻ്റെ മറ്റേ ആ അമ്മായിയമ്മ പരിപാടി ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അണക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന വീഡിയോ സ്ട്രൈക്ക് അടിച്ച് കളയുന്ന പരിപാടി നാണം കെട്ട പരിപാടിയാണ്. ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എന്തൊക്കെയോ കുറേ കുരയ്ക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, വേമ്പക്കം വിടുന്നുണ്ട്. നീ നോർമലാണോ എന്ന് പോലും എനിക്കൊരു ഉറപ്പുമില്ല. പിന്നെ നിന്നെ ഒന്നും ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല, കാരണം എങ്ങനെ പോയാലും ഫേക്ക് അടിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ നീ ഏത് മൂഡിലാണ് വീഡിയോ എടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല മോനെ. നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോൾ നീ എനിക്ക് ലവ് ചിഹ്നം അടിച്ചു തന്നവനാ. നീ എൻ്റെ എല്ലാത്തിലും ലവ് ചിഹ്നം അടിച്ചവനാ. ഈവൻ ഡ്രേക്കിൻ്റെ അടുത്ത് പോയി സംസാരിച്ച സമയത്തടക്കം അത് ഡ്രേക്കിനോട് പറഞ്ഞ് ഞാൻ നിന്നോട് ചോദിച്ചു, എന്തിനാടാ, എന്താവശ്യം? സീക്രട്ട് ഏജൻറ്റിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു പുല്ലും കിട്ടാൻ പോകുന്നില്ല. നിന്നെപ്പോലെ സ്ക്രിപ്റ്റ് ഇട്ട് ഫേക്ക് അടിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നവനല്ല സീക്രട്ട് ഏജൻറ്റ് എന്നുള്ളത്. ഓക്കെ. നീ ഡ്രേക്കിൻ്റെ അടുത്ത്, ഇപ്പോൾ ഡ്രേക്ക് ഹക്കീമിനെ എക്സ്പോസ് ചെയ്തതുകൊണ്ട് ഡ്രേക്കിൻ്റെ അടുത്ത് പോയിട്ട് അനന്തുവിൻ്റെ അടുത്ത് പോയിട്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഡ്രേക്കിനൊക്കെ അറിയാം ഞാൻ എന്താ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലല്ലോ. അതാ ഞാൻ ഷമീറിന് ഒരു സാധനം വെച്ചാണ് നിങ്ങൾക്ക്. ഇവൻ ഇന്നലെ വന്നിരുന്നിട്ട് അതായത് നിനക്ക് വെളുക്കാൻ വേണ്ടി നീ എന്നെ ഒരു സോപ്പാക്കി മാറ്റി. മനസ്സിലായി? ഞാൻ മറ്റേ ഡിറ്റർജൻ്റ് ആണല്ലോ വന്നവനും പോകുന്നവനൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു വീഡിയോ, ഒരു വോയിസ് പ്ലേ ചെയ്തല്ലോ ഷമീറിൻ്റെ. അല്ല, അത് മാത്രമേ പറഞ്ഞുള്ളൂ മൂപ്പര്. അതിന് ശേഷം ഞാൻ നല്ലത് പറയുന്നുണ്ടല്ലോ, സീനൊന്നുമില്ല, നമ്മൾ ഓക്കെ ആയി. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സംഭവം ശരിയാ. പക്ഷെ അതിന് ശേഷം ഞാൻ മൂപ്പരോട് പറയുന്നുണ്ടല്ലോ ഓക്കെ ആയി, ഞാനും സായിബ്രോ ആയിട്ട് ഇപ്പൊ ഒന്നും പ്രശ്നമൊന്നുമില്ല, നല്ല ഇതിൽ പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മൂപ്പര് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാ. ഷമീറ, കഴിഞ്ഞ ട്യൂസ്ഡേ, ഓക്കെ, ചൊവ്വാഴ്ചയാണ് നീ നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഞാനെല്ലാം അനന്തുവിനോട് പറഞ്ഞതാണല്ലോ. അത് അനന്തു പറഞ്ഞില്ലേ? അനന്തുവിനോട് അതും പറഞ്ഞു. പക്ഷെ നിന്നോട് ചോദിക്കണമല്ലോ, നീ എൻ്റെ ബാക്കിൽ ചേസ് ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ഡയറക്റ്റ് ചോദിച്ചോ, അല്ലെങ്കിൽ നീ ചേസ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. അന്ന് നിനക്കൊരു കുഴപ്പമില്ല, നീ ലവ് ചിഹ്നം അടിച്ച് ബ്രദർ എന്നൊക്കെ പറഞ്ഞ് പോയി നീ, അല്ലേ? നീ എഴുതിയതാണ്, താങ്ക്സ് ബ്രോ, ഞാൻ എൻ്റെ സിറ്റുവേഷൻ വെച്ച് ചോദിച്ചതാ, സോറി ഫോർ ദാറ്റ് എന്നൊക്കെ. എടാ, നിനക്ക് എത്ര മുഖം നിനക്ക് ഷമീറെ? അങ്ങനെ എത്ര മുഖം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. കാരണം എന്താ, നിൻ്റെ വീട്ടിലിരിക്കുന്നവർക്ക് അത് ഭയങ്കര സങ്കടമാവും. ഓൾറെഡി നീ ഒരുത്തൻ കാരണം അവർക്കിപ്പോൾ നാണക്കേടും മാനക്കേടും മാത്രമാണ്. നീ ഇന്നലെ വീഡിയോ പറഞ്ഞല്ലോ, എനിക്കൊന്നും പോകാനില്ല, എൻ്റെ മാനം പോയതാണ്. മാനം കെട്ടി ജീവിക്കുന്നതിന് പോയ മാനം തിരിച്ചുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ വീണ്ടും കല്ലും പൊടിയായിട്ട് ഇറങ്ങിയിട്ട് വെല്ലുവിളി അല്ലെങ്കിൽ റിവെഞ്ച് ചെയ്തോ. അതൊക്കെ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അത്രയും പിഴപ്പ് പിടിച്ചെടുത്താണെങ്കിൽ ചെയ്തോ.
ആ കുട്ടിയും കോലൊന്നുമായിട്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ പിന്നാലെ വരാൻ ഷമീർ നിൽക്കണ്ട. ഓക്കെ, ആൻഡ് വീണ്ടും പറയുന്നു, സ്ട്രൈക്ക് ഗീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞുഞ്ഞാപ്പി സാധനമായിട്ടും വരാൻ നിൽക്കണ്ട. ഇവൻ്റെ വീഡിയോസ് ഇട്ട പലരും ഇന്ന് ആ വീഡിയോ ഇല്ലാതിരിക്കാനുള്ള കാരണം ഇവനും തൊപ്പിൻ്റെ ഒക്കെ സീൻ എന്താ അറിയോ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവരുടെ എല്ലാ വീഡിയോ ഒരു സ്ട്രൈക്ക് അടിച്ച് കളയും. മനസ്സിലായോ? അതാണ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും കണ്ടന്റ് ചെയ്യില്ലല്ലോ. മറ്റേ ടോണി അച്ചായൻ ചെയ്ത പരിപാടി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ടോണി അച്ചായൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അയാളതാ കാണിച്ചത്, സൈബർ കൊട്ടേഷൻ കൊടുക്കുക. മനസ്സിലായില്ലേ? സത്യം പറയുന്നവരെ, ജെന്യൂനായിട്ട് കാര്യം പറയുന്നവരെ ഒതുക്കാനുള്ള നമ്പർ 1 പണി അതാണ് ഇവർക്ക്. അപ്പോൾ ഷമീറിനോട് പറയാനുള്ളത്, എൻ്റെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഈ വീഡിയോ അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഷമീറിൻ്റെ കൊട്ടേഷനാണ്, ഷമീർ സ്ട്രൈക്ക് അടിച്ചതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ആ സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ കാണിച്ച പോലെ ഞാൻ കാണിക്കും. ആൺകുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷമീർ പോന്നു. ഓക്കെ, അതിന് ഇതിൻ്റെ പ്രീവിയസോ പാസ്റ്റോ ഇതിൻ്റെ ഏത് ഹിസ്റ്ററി ആണെങ്കിലും എടുത്തിട്ട് വന്നു. ഷമീർ അല്ല ഞാൻ. ഓക്കെ, ഇത്ര കാലം ഈ ഒരു കോമാളിത്തരവും കാണിക്കാതെ, ഒരു സ്ക്രിപ്റ്റ് ഇടാതെ, ഒരു ഗിമിക്കും കാണിക്കാതെ സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവിടെ അരി മേടിച്ച് ജീവിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടെങ്കിൽ ഐ ഹാവ് ദാറ്റ് ക്രെഡിബിലിറ്റി. അത് കല്ലും പൊടിയും അടിച്ച് ചെക്കന്മാർ പിഞ്ചു കുട്ടികളെ മുന്നിലും അല്ലെങ്കിൽ ഗൾഫിലിരിക്കുന്ന 4 പ്രവാസികളുടെ ഇടയിലും മറ്റേ കോമാളി കളിച്ച് സ്ക്രിപ്റ്റ് ഇട്ടിട്ട് അവരെ മുന്നിൽ മറ്റേതായിട്ടല്ല, അല്ലെങ്കിൽ കുട്ടികളെ സ്ക്രിപ്റ്റ് ഇട്ട് പറ്റിച്ച് അവിടെ മുന്നിൽ മാസാവുന്ന ഐറ്റം അല്ല ചെയ്തിട്ടുള്ളത്. ഫൈൻ. അതുകൊണ്ട് ആ ക്രെഡിബിലിറ്റീൻ്റെ മുകളിൽ വെക്കാനുള്ളതൊന്നുമില്ല ഷമീറിൻ്റെ ഒലയ്ക്കാൻ. ഈ ഷമീർ പറഞ്ഞ കുറച്ച് സാധനങ്ങൾക്കുള്ള റിപ്ലൈ. അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ആൻ്റണി പെപ്പെ എന്ന് പറഞ്ഞ ആക്ടർ ആൻ്റണി പെപ്പെ, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. മൂപ്പരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ മൂപ്പരായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെ, മൂപ്പരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. സീക്രട്ട് ഏജൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അനന്തുവിനെ വിളിച്ചു. ആൻ്റണി പെപ്പെ ആണെങ്കിൽ നാട് കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. സീക്രട്ട് ഏജൻറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? സായിനെ കിട്ടുമോ? പെപ്പേക്കിനെ നേരിട്ട് വിളിക്കുക. പെപ്പെന്നെ അറിയാത്ത വ്യക്തിയൊന്നുമല്ല. ഓക്കെ, ആ CCLൻ്റെ സമയത്ത് അന്ന് കണ്ടതും കെട്ടിപ്പിടിച്ചതും അന്നൊരു വിഷയം ഉണ്ടായിരുന്നു. പെപ്പേൻ്റെ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടൊരു പ്രൊഡ്യൂസറിൻ്റെ വിഷയം. അന്ന് വീഡിയോ ചെയ്തതിന് സങ്കടം പറഞ്ഞ ഒരു തന്നെയാണ് പെപ്പെ. ഇന്ന് ഈ സ്ത്രീ വിഷയത്തിൽ, അനന്തു എക്സ്പോസ് ചെയ്ത വിഷയത്തിൽ ആരും പെപ്പേൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പെപ്പേനെ ആരും പിടിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിൻ്റെ തുടക്കം എവിടുന്ന? ഒറിജിൻ ഓഫ് ദ കേസ് എവിടുന്ന? ആ പെണ്ണും പെപ്പയും തമ്മിലുള്ളതാണ്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൂടി ഹനാൻഷാൻ്റെ തലയിൽ കൊണ്ടുപോയിടണം ആ സാധനം. ഹനാൻഷ മീഡിയേറ്റർ എങ്ങനെയുണ്ട്? പിടിച്ചവനും കൊടുത്തവനും മറ്റേ ചെയ്തവനൊന്നുമല്ല, കണ്ടു നിന്നവനോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഇടനിലയ്ക്ക് ഇവന്മാർ വലിച്ചിട്ടവനുമാണ് പ്രശ്നം. സ്റ്റിൽ ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറയുകയാണ്. മനസ്സിലായില്ലേ? ഈ വിഷയം ഞാൻ അന്ന് മുതൽ ട്രാക്ക് ചെയ്ത് ഇന്നും ഹനാൻഷായുടെ സൈഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹെയ്റ്റ് വെച്ച് കേൾക്കാൻ പാടില്ല. മനസ്സിലായോ? സംഗതി ഇവൻ ആ സമയത്ത് നിന്ന് ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ആ വ്യക്തി ഇവരെങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിലുള്ള കുറച്ച് കള്ളന്മാർ, ആ കള്ളന്മാരെ കൂട്ടത്തിൽ പെട്ട ഒരുത്തനാണ് ഇവൻ. എന്നിട്ട് ആ പെപ്പേനെ നീ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ പെപ്പെ നിന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് സീക്രട്ട് ഏജൻ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രം പൊട്ടണമെന്നല്ലോ, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ പണക്ക് വെറുതെ ഇരുന്നൊരു പെപ്പേനെ കയറി വിളിച്ചിട്ട് ഈ ആര് ഞാനിങ്ങനെ കോണ്ടന്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഈ സ്ക്രിപ്റ്റ് ഇട്ട് കളിക്കുന്ന കോമാളി അല്ലേ? അതിനപ്പുറത്തേക്കാണെങ്കിൽ ഇല്ല ഒന്നും. എന്തിനാണ് ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നേരെ കയറിയിട്ട് ആൻ്റണി പെപ്പേനെ വിളിക്കാൻ നിൽക്കുന്നത്? അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്താ? ഏജൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏജൻറ്റ് എതിരെ ഉണ്ടല്ലോ, അപ്പോൾ ഏജൻറ്റിനെ ഇതാക്കി തരാം. ആ കൊട്ടേഷനായിട്ടാണോ മോൻ പോകുന്നിട്ടുള്ള പെപ്പേൻ്റെ? അങ്ങനെയാണെങ്കിൽ മോൻ കുറച്ച് വേർക്കും. ഓക്കെ, ഓടി കാറിനകത്തിരുന്ന് മോൻ വേർക്കും. പിന്നെ ഹനാൻഷ എന്ന് പറഞ്ഞ ഇവന്റെ എന്താ പറയാ, ആന്റണി പെപ്പേന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി അതിന്റെ മീഡിയേറ്ററായി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിക്ക് കൊടുക്കാതെ ആ പൈസ മുക്കി. അത് ഹക്കീമാന്നോ മുക്കിയ, ഹനാൻഷാന്നോ മുക്കിയ, വാട്ട് എവർ, ഇതിൽ കൂടെ പങ്കാളിയായ വ്യക്തിയാണ് ഈ പറഞ്ഞ ഹനാൻഷ. എൻ്റെ പേരിൽ ഉന്നയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തതിൻ്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് അല്ലെങ്കിൽ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഇതിൽ മൂപ്പര് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാടാ നമ്മളെ ഇതിൽ വലിച്ചിട്ടത്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊരു പെണ്ണിന് എന്തിനു നീ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിൽ എന്തിനു നീ ഇടപെട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് ഇടപെട്ടുകൂടാ. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് അത് കണ്ടോ കണ്ടിട്ടില്ല, അതെനിക്കറിയില്ല. അപ്പൊ മൂപ്പര് അതാണ് അതിന്റെ എക്സ്ക്യൂസ് ആയിട്ട് തന്നിട്ടുള്ള കാര്യം. അപ്പൊ
ഈ പറഞ്ഞ വിഷയത്തിൽ ഹനാൻഷ സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ പറഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അതിന്റെ വോയിസ് റെക്കോർഡ് വീഡിയോ അതായത് വിളിക്കുന്നതിന്റെ വീഡിയോ റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണോ ഒരു പെൺകുട്ടിയെ, പാവം പെൺകുട്ടിയെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഒരു പാവം പെൺകുട്ടിയെ ഇതിൽ പെടുത്തുന്നതെന്നാണ് ചോദിച്ചത്. അതായത് ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ, ആ ലൈവില് തൊപ്പിക്കെതിരായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഹനാൻഷയുടെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ അവൻ പറയുന്നൊരു കാര്യം ഞാൻ യൂസ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. സംഭവം ശരിയാണ്, ഞാൻ ചെയ്തത് ഒരു ഒഫൻസ് ആണ്, അതിന്റെ പേരിൽ എനിക്ക് കേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ അത് ഞാൻ ശരിവെക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, ഹനാൻഷ ചെയ്തത് ഈ സെയിം ലെവൽ ഓഫ് പരിപാടി തന്നെയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഒരു പരിപാടിയല്ലേ മൂപ്പര് ചെയ്തത്? കാരണം മൂപ്പറുടെ വീട്ടിൽ മാത്രമേ പെൺകുട്ടികളുള്ളോ, അല്ലെങ്കിൽ മൂപ്പറുടെ വീട്ടിലെ പറയുന്നതിന് മാത്രമേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ളോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ 2 ദിവസം മുമ്പുള്ള, അതായത് ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പുള്ള ഞാനൊരു വീഡിയോ ഇട്ട് പിറ്റേ ദിവസം മൂപ്പര് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും കുറച്ച് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞെന്തോ ജസ്റ്റ് ഒരു തമ്മിൽ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തു. എന്നിട്ട് പിന്നെ മൂപ്പറുടെ ഡെയിലി തിങ്സ് ആയ പരിപാടികൾ ചെയ്യുന്ന ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ മൂപ്പർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ ഇടപെടാൻ ആവശ്യമില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു നന്മപരമാണെങ്കിൽ, ഇതിൽ യാതൊരു തരത്തിലും ഒരു 0.1% പോലും ഇതിൽ ഒരു തരത്തിലും മൂപ്പർക്ക് ഇതിൽ ഇടപെടേണ്ടയോ അല്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുക്കുകയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടേണ്ട ആവശ്യം മൂപ്പർക്ക് വരുന്നില്ല. സോ ദ ബേസിക് തിങ് ഈസ് റീച്ച് ഓർ മണി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാ, അല്ലെങ്കിൽ ഇത് രണ്ടുമാ. പിന്നെ എൻ്റെ മുഖവും എൻ്റെ വിഷയത്തിൽ മറ്റേ അരി ഉണ്ടാക്കാനും ആണല്ലോ ഹനാൻഷ ആ ഒരു വീഡിയോ ഇട്ടത്. ഹനാൻഷാൻ്റെ പേര് വലിച്ചിട്ടത് നീയും നിൻ്റെ മൊണ്ണ ഗ്യാങ്ങും പാമ്പ് ജാസീൻ്റെ വർത്താനം കേട്ടിട്ട്. കഴിഞ്ഞ ദിവസം റാംബോൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ. എൻ്റെ കാക്കാൻ്റെ കുട്ടിക്ക് ആ സാധനം എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ ഇതേപോലെ കാറിലിരുന്ന് പറയാൻ പറ്റുന്നില്ലേ? സീക്രട്ട് ഏജൻറ്റിൻ്റെ വേറൊരു വേർഷൻ ആവാൻ നോക്കിയിട്ട് പറ്റില്ലടാ മൊണ്ണ. എനക്ക് പറ്റുമോ? ഇല്ലല്ലോ. അപ്പം അവിടെ എനക്ക് പറ്റില്ല. അനക്കിപ്പോൾ വെളുക്കണം. കാരണം എന്താ, ഹനാൻ ഷാനിക്കെതിരെ കുറച്ച് ഹെയ്റ്റ് ഉണ്ട്. ഖാദർ കരിപ്പോടിൻ്റെ ഒരു കേസ് കൊണ്ടുവന്ന് വെക്കണം, പ്ലസ് ഈ ഹക്കീമിൻ്റെ ഒരു കേസ് കൊണ്ടുവന്ന് വെക്കണം. ഈ 3 വിഷയത്തിനും കൃത്യമായിട്ട് എൻ്റെ നിലപാടിൽ വീഡിയോ ഇട്ടെടുത്താനാണ് ഞാൻ. അത് നീ കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊയൻ്റെ അണക്ക് വേറെ എന്തോ മൂഡിലാണ് അല്ലെങ്കിൽ ഈ ലോകത്തല്ല. കാരണം എൻ്റെ അവസ്ഥ അതായതുകൊണ്ട് ഏത് മൂഡിലായി ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന്. അടുത്തത്, എടാ കുട്ടിയെ ഹനാൻഷ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലിരിക്കുന്നവർ നിന്നെയായിട്ടൊരു ബന്ധവും, തൊപ്പിയായിട്ടൊരു ബന്ധവും. നിങ്ങൾ തമ്മിലുള്ള എന്തിൻ്റെ അടി എന്നുള്ളത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരം നീ തരണം. ഇല്ലെങ്കിൽ അത് പറഞ്ഞ ആൾക്കാർ വന്നിട്ട് പറയൂ ഇവിടെ. ഓക്കെ, അപ്പോൾ നീയും തൊപ്പിയും തമ്മിലുള്ളൊരു സാധനത്തിൻ്റെ ഇടയിൽ ഹനാൻഷാനെ വലിച്ചിടുന്നു, ഒരു കുടുംബത്തിനെ വലിച്ചിടുന്നു, അതിലൊരു കുട്ടീനെ വലിച്ചിടുന്നു. ഒന്ന് പൊട്ടൂലേ? ഒന്ന് പൊട്ടും. പിന്നെ മറ്റേ ചോദ്യം, എന്തുകൊണ്ട് അതിലൊരു പെണ്ണുണ്ട്, അപ്പോൾ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ പോയില്ലേ? ആ പെണ്ണ് വരെ ഇന്നും കേസ് കൊടുത്ത് FIR ആയിട്ടില്ലടാ. മനസ്സിലായില്ല എനിക്ക്? ആ പെണ്ണിനോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എവിടെ FIR, എവിടെ കേസ്, എവിടെ? പെപ്പയ്ക്കെതിരെ ആരോപണം കൊടുക്കുന്നു, ഹക്കീം ഒരു സാധനം എഴുതി കൊടുക്കുന്നു, അത് പോലീസുകാർക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഇപ്പോഴും ഉള്ളത് ഒരു അക്നോളജ്മെൻറ്റ് പേപ്പർ മാത്രമാണ് ആ പെണ്ണിൻ്റെ കയ്യിൽ, വേറൊരു സാധനവും ഇല്ല. FIR കൊടുത്ത് അത് കേസായി അന്വേഷണം പോയി അതിൽ എന്തെങ്കിലും രീതിയിൽ ലീഗൽ ഫോർമാലിറ്റിയിൽ നിൽക്കുന്ന ഒരു കേസിലാണ് ഈ പറഞ്ഞ സാധനങ്ങൾ നടന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ സെറ്റിൽമെൻറ്റിന് ഇടനിലക്കാരനായിട്ട് നിന്നതിൽ നമുക്ക് എന്ത് ചെയ്യും? 100% തെറ്റ് പറയാം. ഇതിലും തെറ്റുണ്ട് ഹനാൻ്റെ ഭാഗത്ത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആരെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് സിനിമേനെ ആലോചിച്ചും സിനിമാക്കാരെ ആലോചിച്ചും ചുറ്റും നിന്നവരെ ആലോചിച്ചും പോയാണ്ട് ചാടിക്കൊടുത്ത്. അത് ഇന്നലെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി സ്വന്തം ഉമ്മ വന്നൊരാവശ്യം പറഞ്ഞാലടക്കം 2 വട്ടം ചിന്തിക്കുന്നുള്ളത്. ആ രീതിയിൽ അവന് മനസ്സിലായി കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ഒക്കെ അവസ്ഥ അതാ. നാട്ടുകാരെ അറിഞ്ഞുകൊണ്ട് കോമാളി വേഷം കെട്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് എന്താ നായിയെ? എൻ്റെ ബോസ് തൊപ്പി, പിന്നെ പാമ്പ് ജാസി, ആ മൊണ്ണ മമ്മു, ഇത്രയും എണ്ണ അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന പരിപാടികളെന്താ? നാട്ടുകാരെ കോമാളിയാക്ക് പറയിപ്പിക്കരുത് വെറുതെ. ഓനെന്താ പറയുക, ഓന് സ്വയം വെളുക്കണം, ഓന് സ്വയം പുട്ടിയടിക്കണം. എന്നെ പുട്ടിയടിക്കാൻ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ എന്നെ വെളുപ്പിക്കാൻ ആരും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടം വാട്സാപ്പിലെ പിള്ളേരുണ്ടാവും, മനസ്സിലായോ? ഈ കല്ലും പുല്ലും കൊടുത്ത് വളർത്തുന്ന കുറച്ച് എണ്ണങ്ങൾ, അവരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ ഇനിയും വന്നിരുന്നിട്ട് പോയടാ, കയ്യിൽ നിന്ന് പോയടാ, പറ്റിപ്പോയടാ പറഞ്ഞാൽ കരയുമ്പോൾ അയ്യോ പാവെന്ന് വിചാരിക്കും. അവരെ പറ്റിച്ചോ പോയിട്ട്.
അനക്കൊരു സെക്കൻഡ് ചാൻസ് വന്ന് വിട്ടവനെ. ഓക്കെ, പോയി രക്ഷപ്പെട്ടോ മോനെ, വീട്. മനസ്സിലായില്ല? നമ്മളെയൊക്കെ ബ്രദറിൻ്റെ പ്രായമുള്ളൂ, വിട്ടു പോയിക്കോന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു അഹങ്കാരം, ഒരു വെല്ലുവിളി. എടാ, എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളെ ഞാൻ പറയൂ, മനസ്സിലായോ? അല്ലാതെ ഷമീറിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഷമീറിനെ നാക്കല്ല. ഓക്കെ, ഷമീർ ചെയ്തു വെച്ച പരിപാടികൾ അതെന്താന്നുള്ളത് പൊതുജനം കണ്ടതാ. നീ എന്താന്നുള്ളത് പൊതുജനം അണ്ടർലൈൻ ചെയ്തതാണ്. അതുകൊണ്ട് ഷമീർ വന്നിരുന്നിട്ട് ഈ വെല്ലുവിളി നടത്തിയിട്ടോ സ്വയം പുട്ടിയടിച്ചിട്ടോ ഈ പറഞ്ഞ കേസുകളുടെ പേരിൽ സ്വയം ഇരുന്ന് വെളുപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല കുട്ടാ. ഈ പറഞ്ഞിടുന്ന കുറച്ച് പെയ്ഡ് കമൻറ്റും എൻ്റെ കുറച്ച് ബോട്ട് ടീമുകളും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് റിയാലിറ്റിക്ക് പിന്നെ ആൾക്കാർ കടന്നു വരുമ്പോണ്ടല്ലോ, അത് ഈ ഡിലീറ്റ് ചെയ്ത് കളയല, സ്ഥിരം പരിപാടി. ബാക്കി കാണട്ടെ. ഓക്കെ. പിന്നെ ഉള്ളത് ഖാദർ കരിപ്പൊടിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ എനിക്കിതിൽ എല്ലാത്തിലും എനിക്ക് ലാസ്റ്റ് എത്താൻ പറ്റുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റാണ്. കാരണം എൻ്റെ ഒരു മൂത്രം പരിശോധിച്ചോ അല്ലെങ്കിൽ എന്തോ തീട്ടം പരിശോധിച്ചോ മൂപ്പര് നടക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഏജന്റാണ്, CBI ആണ്, സേതുരാമയ്യർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മൂത്രത്തിൻ്റെയും തീട്ടത്തിൻ്റെ ഒക്കെ പുറകെ മണപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ അതിൽ എന്താന്ന് വെച്ചാൽ അതിൽ ഞാൻ ഡ്രഗ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഡ്രഗ് മീൻസ് ഞാൻ എടുത്ത് തന്നെ അത് തന്നെ ഞാൻ ഇതാക്കി പറയാം. എനിക്കിത് ഗൈഡ് ലൈൻ കിട്ടുമോ എന്താന്ന് എനിക്കറിയില്ല. അപ്പം THC ഞാൻ യൂസ് ചെയ്തു. THC എന്ന് പറഞ്ഞ കണ്ടന്റ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ എൻ്റെ യൂറിൻ ടെസ്റ്റിൽ, മൂത്ര ടെസ്റ്റിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ട്വിസ്റ്റ്, ദൃശ്യം 3ന്റെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് എൻ്റെ മൂത്രം പരിശോധിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് തപ്പിയെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. കാരണം എന്താന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ ഞാൻ വന്നതെന്ന് ഞാൻ പറയും. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്നുള്ളതോ ഞാൻ വേറെ രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ പുറത്തു വരും. അപ്പം നിങ്ങൾ അത് കണ്ടാൽ മതി. ഓക്കെ, അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ അത് ഇവിടെ പറയാൻ എന്താ വെച്ചാൽ അത് ഞാൻ ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് വെളുപ്പിക്കാനായിട്ട് ഞാൻ വന്ന പോലെ. സോ എനിക്ക് അതിന്റെ വെയിറ്റ് വാഷ് അടിക്കുന്ന പരിപാടി ഇല്ല അരിയണ്ണനെ പോലെ. ഓക്കെ, അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാം. ഈ പറഞ്ഞതുപോലെ ഖാദർ കരിപ്പൊടിന്റെ വധശ്രമം, ഹനാൻ ഷായുടെ ശരിക്കും പറഞ്ഞാൽ പൈസ വാങ്ങി. ഹനാൻ ഷാ എന്താ പൊട്ടനാണോ? 10-25 വയസ്സുള്ള ഒരു വ്യക്തിയല്ലേ മൂപ്പര്? അപ്പൊ മൂപ്പർക്ക് എന്താ ബുദ്ധിയില്ലേ? പിന്നെ ഈ ഖാദർ കരിപ്പൊടിന്റെ കാര്യം, കരിപ്പൊടി അരിപ്പൊടി വാട്ടവർ മൂപ്പറിന്റെ കാര്യം, അപ്പൊ മൂപ്പർ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ കാസറ്റ് ഇവര് മുമ്പ് ഞാൻ കുറെ ഇവരുടെ ലൈവും ലൈക്ക് ഇൻസ്റ്റാഗ്രാം ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ ഹക്കീമും സീക്രട്ട് ഏജന്റുമായിട്ട് സംസാരിക്കുന്നെന്തോ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഫ്രണ്ട്സ് ആണ്, ദേവർ ഫ്രണ്ട്സ്. സോ എനിക്ക് ഇതിൽ ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, ഇത് മലബാർ സൈഡിനെ ഇതാക്കുന്നതാണോ? മലബാർ സൈഡാണെങ്കിൽ എന്നെ ഇതാക്കണ്ടേ? ഞാൻ മലബാർ സൈഡാ, എന്നെ ഇതിൽ പെടുത്തിയിട്ടില്ല. തൊപ്പീനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഹനാൻ ഷാനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഖാദർ കരിപ്പൊടിനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആര്? സീക്രട്ട് ഏജന്റ്. ഇതിന്റെ ബാക്കിലുള്ള റീസൺസ് എന്താ? പലതന്തയ്ക്ക് ഉണ്ടായ സ്വഭാവം കാണിക്കുന്ന ഒരുത്തനെ മലബാർ സൈഡിൽ നിന്ന് വെളുപ്പിക്കാൻ മലബാറുകാർ നോക്കൂലടാ. മനസ്സിലായി എനിക്ക്? അത് ഈ ആദ്യം മനസ്സിലായിക്കടാ ഷമീർ. ഞാൻ പറയുന്നില്ല, എൻ്റെ വീഡിയോ എന്താ പറയുക, എന്നെപ്പോലെ അല്ല, കുറച്ച് ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട്. അതിൽ തന്നെ കുറച്ച് മെച്ചുവർ ക്രൗഡും ഉണ്ട്. അല്ല, എൻ്റെ കഥ എന്താ മോനെ? ഖാദർ കരിപ്പൊടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ? ഇജ് കണ്ടില്ല? എന്താ ഇജ് കാണാഞ്ഞ്? പിന്നെ ഈ കൊണ്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മൂത്രം ടെസ്റ്റ് ചെയ്തതിൻ്റെ, എൻ്റെ അപ്പി ടെസ്റ്റ് ചെയ്തതിൻ്റെ പിന്നാലെ ഞാൻ പോയി എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പ കൊണ്ടുപോയി പണയം വെച്ച സ്വർണ്ണത്തിനെ കണക്കൊന്നുമില്ലല്ലോ ഇജ് പോയി പുറത്ത് പറഞ്ഞത് ആണോ? ആ സ്വർണ്ണം അരച്ച് നോക്കിയിട്ടുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇജ് പുറത്ത് വിട്ടത്. കഞ്ചാവ് അടിച്ച് കിറുങ്ങി അതിലെൻ്റെ മൂത്രവും എൻ്റെ തീട്ടം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വരെ, തീട്ടം തീനി സ്വന്തം മൂത്രവും തീട്ടവും റിസൾട്ട് വരെ തിരുത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയ ഊമ്പനല്ലടായി. എന്നിട്ടാണോ എൻ്റെ ചില എടാ, എൻ്റെ തീട്ടം കൊണ്ടുപോയി പരിശോധിച്ചോ, എൻ്റെ മൂത്രം കൊണ്ടുപോയി പരിശോധിച്ചോ, റിസൾട്ട് പേപ്പർ തിരുത്തിയതാണ് ഞാൻ എന്ത് ചെയ്തത്, വന്ന് നിന്ന് എന്നെ എക്സ്പോസ് ചെയ്ത് വിട്ടത്.
സ്വയം പൊട്ടിയടിക്കാൻ അറിയിരിക്കണം. പറയുന്നത് കേട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വാപ്പ കൊണ്ടുപോയി സ്വർണ്ണം പണയം വെച്ചെടുത്ത് വരച്ച് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് തന്നെ തോന്നുന്നുണ്ട്. മുക്കുമണ്ടാണോ അതോ ഒറിജിനൽ സ്വർണ്ണമാണോ എന്നുള്ളത്. ഞാൻ ഷമീർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇന്നലെ ഇതിൽ കിടന്ന് പരത്തേറി മറ്റേ വിളിച്ചിട്ടുണ്ട്. ഷമീർ അനക്ക് മാത്രമല്ല തെറി വിളിക്കാൻ അറിയുന്നത്. ഈ വീഡിയോ സീക്രട്ട് ഏജൻറ്റിൻ്റെ മൊത്തം എടുത്ത് വെച്ച് നോക്കിയാൽ ഞാൻ തെറി വിളിച്ച വീഡിയോസൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ ഹക്കീമിനൊപ്പം ലൈവ് പോയി, ഹനാൻ ഷാൻ്റെ എനിക്ക് കണക്ഷൻ ഉണ്ട്, തൊപ്പീനായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്, ഈ പറഞ്ഞ കാദറിനായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എടാ ചെങ്ങായി, ഞാൻ കുറേ കൊല്ലം ഇതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്, മനസ്സിലായോ? ഈ കാറിനകത്ത് ഈ 4 ഡോറിനകത്ത് ഇരിക്കുന്ന സായി കൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെപ്പോലെ ഒരു റൂമിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങാൻ നാട്ടുകാരെ ലോകം കാണാത്ത ഒരുത്തനല്ല. എരപ്പേ, എനിക്ക് നാട്ടിലുള്ള ഓരോ വ്യക്തിനെയും അറിയാം, ഓരോ വ്യക്തികൾക്ക് ഇന്നെ അറിയാം, മനസ്സിലായി? അത് ഞാൻ പേഴ്സണലി കീപ്പ് ചെയ്യുന്ന എൻ്റെ ഓറ. ഓക്കെ, അത് ലൈഫിൽ കീപ്പ് ചെയ്യണം. അല്ലാതെ കാരണം എത്ര റിയാക്ഷൻ ചാനലിലുള്ള ആൾക്കാരുണ്ടാ സ്വന്തം നാട്ടിൽ പോലും അറിയാത്ത ആൾക്കാർ, സ്വന്തം നാട്ടുകാർക്ക് പോലും അറിയുണ്ടാവില്ല ഇവൻ ആരാ എന്താന്നുള്ളത്. പക്ഷേ ഈ എൻ്റെ നാട്ടിലിറങ്ങി ചോദിച്ചു നോക്കി, ഞാൻ ആരാ എന്താന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ എനിക്ക് കിട്ടും. ഓക്കെ, ഈ സർക്കിളിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ സർക്കിളിൽ എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ ഷെയർ എ സ്പേസ് വിത്ത് ദം. അതൊരു റെസ്പെക്റ്റാണ്, മനസ്സിലായി? ഒരു വിശ്വാസമാണ്. അല്ലാതെ എന്നെപ്പോലെ കുതികാല് വെട്ടിയും ഫേക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയും അതുപോലെ ചീഞ്ഞ ഈ ഇമാതിരി തീട്ട വർത്താനം പറഞ്ഞിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്ക്. പിന്നെ തെറിവിളി, ഇതിൽ അത്യാവശ്യം ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ കാരണം ഇമാതിരി ചെറ്റകൾക്ക് ഈ രീതിയിലല്ല, ഇതിൽ അപ്പുറത്ത് റിപ്ലൈ കൊടുക്കാൻ എനിക്കറിയാം. തെറി എന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പൂരപ്പാട്ടും പറിപ്പാട്ടും പാടുന്ന ഒരുത്തനെ. അതുകൊണ്ട് ഷമീർ ആ വക സാധനം എടുത്തിട്ട് ഇനി ഇനി കിക്കിൽ വന്ന് കയറി ലൈവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് തെറിപ്പാട്ട് പാടും ഞാൻ, മനസ്സിലായോ എനിക്ക്? ഈ യൂട്യൂബിനകത്ത് അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടും എൻ്റെ വ്യൂവേഴ്സ് അങ്ങനെ അല്ലാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ സാധനത്തിൽ നിർത്തുന്നത്. എൻ്റെ തീട്ടമൂത്രം കേസും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓൻ്റെ പെരയിലെ സ്വർണം കൊണ്ടുപോയി വെച്ചതോ അവൻ്റെ ആധാരം കൊണ്ടുപോയി വെച്ചതിൻ്റെ റിസൾട്ടും കൊണ്ട് വന്നാൽ തോന്നും. ഊളാച്ചി. ഈ പറഞ്ഞ എൻ്റെ ഈ മൂത്രത്തിൻ്റെയും തീട്ടത്തിൻ്റെയും പ്രശ്നം ഉണ്ടായ സമയത്ത് മൂപ്പര് ഒരിക്കൽ പോലും എന്നെ കോണ്ടാക്ട് ചെയ്യോ, എന്നെ വിളിച്ചോ, അല്ലെങ്കിൽ എന്നോട് സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വിളിച്ചായിരുന്നു. എപ്പം എന്നറിയോ, ഈ സംഭവം എൻ്റെ വീഡിയോ ഇട്ട് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അവിടെ നിന്നൊക്കെ എനിക്ക് പ്രഷർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഇതിൽ വേറൊരു സത്യമുണ്ട്, നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ സംഭവം നടന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യം അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ട് എന്ന് പറയാനെങ്കിലും എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാട്ടുകാരെ മുന്നിൽ ഈ പറഞ്ഞ കഞ്ചാവും അടിച്ച് അതിൻ്റെ റിസൾട്ടും ഫേക്ക് ചെയ്ത് ഒരുത്തനെ ഞാൻ വിളിച്ചിട്ട് സമാധാനിപ്പിച്ച് പറയാം, ഷമീറ എടാ എന്താന്ന് ഓടാ അപ്പ എന്നെ വിളിക്കാൻ നിൽക്കുന്നത് കഞ്ചാവോളി, ഞാൻ എന്തിനാ എന്നെ വിളിക്കേണ്ട ആവശ്യം? എനിക്കതാണല്ലോ പണി. ഏയ് ആണെങ്കിൽ നാണം മാനുവല്ലടാ സ്വയം വന്നിരുന്നത് ചെയ്യാൻ. ആണെങ്കിൽ ഇല്ലേ, അത് ഞാൻ വേറെ വഴിക്ക് തെളിയിക്കും, ഞാൻ മറ്റത് കാണിക്കും. കാണിച്ചിട്ട് വാ അടുത്തതിൽ പോയി ചാടാം, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു തെങ്ങി ഇതിൻ്റെ പിന്നിലും ആ പാമ്പ് ജാസിയാവും ചിലപ്പോൾ തിരികേറ്റി വിട്ടത്. അല്ലെങ്കിൽ ഇത്രയും കാര്യം നടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ടോളും മീമൊക്കെ ആയിട്ട് കുറേ സാധനം വരുന്നുണ്ട്. ഏത് സീക്രട്ട് ഏജൻറ്റ് എല്ലാ വിഷയത്തിലും ഉണ്ട്, എല്ലാ വിഷയവും അറിയാം. അപ്പോൾ എന്നാൽ സീക്രട്ട് ഏജൻറ്റിനെ പിടിച്ച് ഇതിനിടയിൽ ഒരു സാധനമാക്കി ഇട്ടിട്ടാണ് ചെയ്യാം, എന്നിട്ട് സ്വയം വെളുക്കാം. എടാ ഇത് നാട്ടുകാർ കഴിക്കുന്ന അരിഭക്ഷണമാണ്. എൻ്റെ പോലെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ ഓടലല്ല നാട്ടുകാരുടെ പരിപാടി, മനസ്സിലായോ? കല്ലും പുല്ലും അല്ല നാട്ടുകാരുടെ പരിപാടി. അതുകൊണ്ട് സ്വയം ഇരുന്ന് വെളുക്കാൻ വേണ്ടി വന്ന മോനോട് ഇനി ഞാൻ പറയുന്നു, ഇനി ഈ വരണം സ്വയം വെളുക്കാൻ, അതിനുള്ള വകുപ്പ് ഞങ്ങൾക്കിതിൽ തരാം. എൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നല്ലോ. ഷമീറ, ഞാൻ വീഡിയോ ഇപ്പം തന്നെ ചെയ്യും, നാളത്തേക്കൊന്നും വെക്കലില്ല ഒന്ന്. ഓക്കെ, ആ വീഡിയോ എന്താണെങ്കിലും ഫുള്ളായിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാണണം അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ ദുബായിൽ നിന്നുള്ള തൊപ്പീൻ്റെ മെത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിൻ്റെ സാധനം എൻ്റെ ഇപ്പോഴാവും എത്തിയിട്ടുണ്ടാവുക, ഇന്ത്യയിൽ മുന്നേ എത്തിയതാണ്. ഇതേ ചെങ്ങായി വേറൊരു ആൾ ത്രൂ കോണ്ടാക്ട് ചെയ്തിട്ട് കാശുണ്ടെങ്കിൽ കണ്ടന്റ് തരാറുണ്ട്. ഇപ്പം ഈയൊക്കെ ഇപ്പം എനിക്ക് ഒരേ കണക്കാണ്. പക്ഷെ എന്താ പറയുക, പബ്ലിക്കിൽ ഓടുന്നൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് മാത്രമാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ പേഴ്സണൽ ലൈഫിക്കോ നിങ്ങളെ പുറത്ത് വരാത്ത സാധനങ്ങൾക്കോ ഒന്നും ഞാനില്ല. പബ്ലിക്കായിട്ട് ഈ ഇടുന്ന് ഞാൻ ഓഡിറ്റ് ചെയ്യാതെ ഞാൻ കണ്ടന്റ് ചെയ്യും. ഓക്കെ, ഈ പറഞ്ഞ തൊപ്പീൻ്റെ സാധനം എനിക്ക് കാശ് കൊടുത്ത് വാങ്ങി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, മനസ്സിലായില്ലേ? പബ്ലിക്കിൽ ഈ സാധനം വന്നാൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് എൻ്റെ ഓഡിറ്റ് ചെയ്യാൻ പറയും.
അപ്പോൾ അതിൽ ഞാൻ മൂപ്പർക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതാ ഫസ്റ്റ്. അപ്പോൾ മൂപ്പരോട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊപ്പിയുടെ ഡ്രഗ് യൂസ് ചെയ്യുന്നതിൻ്റെ സോളിഡ്, അതായത് തൊപ്പി മെത്താംഫെറ്റമിൻ യൂസ് ചെയ്യുന്നതിൻ്റെ സോളിഡ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ മൂപ്പർക്ക് മെസ്സേജ് അയച്ചത്. മൂപ്പർക്ക് അത് വേണ്ട, മനസ്സിലായോ? മൂപ്പർക്ക് അത് വേണ്ട. മൂപ്പർ അത് പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ, അത് അത് എന്താ അതിന് എന്തോ ഒരു മുടന്ത ന്യായം പറഞ്ഞു. അത് എന്താന്ന് ഞാൻ മറന്നുപോയി. എന്തോ ഒരു മുടന്ത ന്യായം പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്തു, അത് ഔട്ട് ഓഫ് ദി ലീഗാക്കി കളഞ്ഞു അതിനെ. അതെന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ തൊപ്പീനെ ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ കുറേ നാളായിട്ട് മൂപ്പര് ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇടും, അതായത് നിങ്ങൾക്ക് കാണുന്നവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തൊപ്പീനെ ചെറ്റാന്നും നാറിയെന്നും ക്രിമിനലിനൊക്കെ വിളിക്കും. അയ്യോ ഇടയ്ക്കോ? ഞാൻ ഇപ്പോഴും അവനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഓൻ കാണിച്ച ഫ്രോഡ് പരിപാടിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അതായത് ജൂനിയർ ഫ്രോഡുകൾ. അപ്പോൾ ഓൻ്റെ ആ ക്രിമിനൽ മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റ് നിങ്ങൾക്കും കിട്ടും. പിന്നെ ഈ ഷമീറിനെ കോൺടാക്ട് ചെയ്ത് അത്ര പോലും ഒരു നേരം പോലും, അത്രയുമല്ല ഒരു നേരം പോലും എൻ്റെ ഫോണിൽ നിന്ന് ഇതുവരെ തൊപ്പിക്കൊരു വിളിയോ പോയിട്ടില്ല, തൊപ്പിക്കൊരു മെസ്സേജോ പോയിട്ടില്ല. മനസ്സിലായ എനിക്ക്? ഇജൊക്കെ അന്ന് വീഡിയോ ഇട്ട ദിവസം തൊപ്പി എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചത്. അതിനുശേഷം ഞാൻ തൊപ്പിനെ കോൺടാക്ട് ചെയ്യും. കാരണം ഓൻ കാണിച്ച് വെച്ചതും ഓൻ പറഞ്ഞതുമായിട്ടുള്ള പരിപാടികൾക്ക് ഇതല്ല ഇതിലപ്പുറം അനുഭവിക്കണം. മനസ്സിലായില്ലേ? ഇനി അല്ല ഓൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അന്നെപ്പോലെ സ്ക്രിപ്റ്റ് ഇട്ട് വന്ന് ഫേക്ക് അടിച്ച് മെഴുകാതെ ഉള്ള കാര്യം പറയാ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഓന്താ വന്നിട്ട് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു കണക്കാണെന്ന് അറിഞ്ഞിട്ട് മാറ്റി ഒഴിവാക്കി വിട്ട് ടാറ്റ ബൈ പറഞ്ഞ് വിട്ടതാണ് ആ സാധനം. മനസ്സിലായോ? പിന്നെ ഇജാണ് കയറി ഇങ്ങോട്ട് വന്നത്. ഇജാണ് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് എൻ്റെ അക്കൗണ്ട് പോയി. ഞാൻ അതിനോട് തിരിച്ച് റിപ്ലൈ അയച്ചിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടില്ല, കാരണം അന്ന് എൻ്റെ അക്കൗണ്ട് ഇല്ല. എന്നിട്ട് തിരിച്ച് അക്കൗണ്ട് എടുത്ത് വന്നു. എന്നിട്ട് ഈ എന്നോട് സംസാരിച്ചിട്ടില്ല. ഈ ഫസ്മിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു വന്ന്. ഫസ്മിനോടേ ഈ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഈ കാര്യം ഇപ്പം ഞാൻ ഈ വോയിസ് ഇട്ട കാര്യം, ഇവൻ പറഞ്ഞ തൊപ്പിയുടെ കുറേ ഡീറ്റെയിൽസ് ഫസ്മിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ഈ പറയുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫസ്മിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സായി തൊപ്പി ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് എവിഡൻസ് ദുബായിൽ നിന്നുള്ള ഒരുത്തൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ചെക്കൻ ഇത് തരാൻ റെഡിയാണ്, കാശ് കൊടുക്കണം. ഓക്കെ, കാശ് കൊടുക്കണം. ഞാൻ പറഞ്ഞു കാശ് കൊടുത്തിട്ട് ഞാൻ എന്തിനു വാങ്ങണം? എനിക്കതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? പബ്ലിക്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അതിലൊരു ഓഡിറ്റ് വെക്കുക, അത് ഞാൻ ചെയ്യും. ഞാൻ നാളെ ഇതൊരു ട്രാപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഷമീർ തന്നെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ എന്താ പറയുക, ഈ മരം മാക്രി ചെയ്യുന്ന പരിപാടി എന്തായിരിക്കണം നമുക്ക്? ഞാനൊക്കെ സ്ട്രെയിറ്റാണ്. നമ്മളൊക്കെ ഒരു സാധനം അയക്കുമ്പോൾ വൺ ടൈം ബോംബ് ഒന്നും അയക്കാറില്ല. മനസ്സിലായില്ല? നമുക്ക് വാനിഷ് മോഡ് വൺ ടൈം ബോംബ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാറില്ല. അത് ഇങ്ങനത്തെ ഫ്രോഡുകളെടുത്ത് ഞാൻ ഡയറക്റ്റ് നമ്മൾ വോയിസ് ഇട്ടിട്ട് നമ്മളെ സാധനം ഇട്ടിട്ട് ഞാൻ പോകാറാണ് പരിപാടി. പക്ഷേ ഇവനൊന്നും അങ്ങനെയല്ല, വൺ ടൈമിൻ്റെ വാനിഷിൻ്റെ ആൾക്കാരാണ്. കാരണം ഇതെങ്ങാനും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ എടുത്തു വെച്ചാൽ കുടുങ്ങിയില്ല നാളെ. അപ്പോൾ ഈ ചങ്ങായി ഫ്രോഡ് ചങ്ങായി എനിക്ക് വൺ ടൈം അയച്ചിരിക്കുക. ഇവൻ പറഞ്ഞാൽ എന്താ? അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് അത് മാറ്റിക്കളഞ്ഞു, ആ ലീഗിന്നേ മാറ്റിക്കളഞ്ഞു. എങ്ങനെ മാറ്റിക്കളയായിരിക്കും? ഇതിനോട് പറഞ്ഞാൽ എന്താ? ഏതോ ഒരുത്തൻ്റെ കയ്യിൽ തൊപ്പി ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ തെളിവുണ്ട്. ആ തെളിവ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓന് കാശ് കൊടുക്കണം. പിന്നെ കാശ് കൊടുത്ത് ഞാനിത് മേടിച്ച് തൊപ്പിക്കെതിരെ പണിയാൻ വേണ്ടി വീഡിയോ എടുക്കാനുള്ള ത്വരയിൽ ചാടി ഇറങ്ങി. നാളെ ഇത് എനിക്കിട്ട് വെച്ച കെണിയാണെങ്കിലോ തൊപ്പി ഇജും കൂടി. അതായത് സീക്രട്ട് ഏജൻറ്റ് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയാണ്, കാശിന് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് ഒരാൾക്കെതിരെ ചെയ്യുന്ന പരിപാടിയാണ് സീക്രട്ട് ഏജൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളിട്ടൊരു പ്ലാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തലച്ചോറില്ല, എനിക്കതുണ്ട്. ഈ ഓഡിയോ വയ്ക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാവും. ഞാൻ ഈ ഓഡിയോനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പബ്ലിക്കിൽ വരുന്ന സാധനങ്ങൾ മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി. കാശ് കൊടുത്ത് ഒരുത്തൻ്റെ അപരാധം മേടിച്ച് കൊണ്ടുവന്ന് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഈ ചാനലിൽ ഉണ്ടായിട്ടില്ല, ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ എൻ്റെ അണക്ക് ചെയ്ത പ്രശ്നം? ഇജാണല്ലോ തൊപ്പിയായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരുത്തൻ. ഞാനാണോ? എൻ്റെ പെങ്ങളെ കല്യാണത്തിന് പൈസ വെച്ചിട്ട് തരാതിരുന്നത് തൊപ്പി, എന്നെ ഗുണ്ടനാക്കിയത് തൊപ്പി. അപ്പം അത്രയും തൊപ്പിയുടെ ഇത്രയും വൈറ്റൽ ഡീറ്റെയിൽസ് കയ്യിൽ കിട്ടിയിട്ട് ഇജ് കാശ് കൊടുത്ത് മേടിച്ച് അതെന്തുകൊണ്ട് തൊപ്പീനെ എക്സ്പോസ് ചെയ്യുന്നില്ല? അപ്പോൾ ഇജും തൊപ്പിയും തമ്മിലുള്ള നാടകമാണോ അത്? സ്ക്രിപ്റ്റ് ചെയ്യും തൊപ്പിയും തമ്മിലാണോ? ഇപ്പോഴേക്ക് സംശയമുണ്ട്. ഇത്രയും ഉണ്ടായ കളികൾ കയ്യിൽ നിന്ന് പോയി. സ്ക്രിപ്റ്റ് ആദ്യം നിങ്ങൾ രണ്ടാളും തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ അന്ന് ഇത് സ്ക്രിപ്റ്റാന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. പലരും നിങ്ങൾ തമ്മിലുള്ള സ്ക്രിപ്റ്റാന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കത് തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പം എനിക്കത് തോന്നുന്നുണ്ട്. എൻ്റെ മോൻ്റെ കണക്ക് അത് വാങ്ങി കാശ് കൊടുത്ത് മേടിച്ചിട്ട് പുറം ലോകത്തിനൂടെ അത്ര വലിയ പേടി ഞങ്ങൾക്ക് തൊപ്പീനെ പേടിയാ? എൻ്റെ ജീവിതം നശിപ്പിച്ച് അണക്കൊന്നും തരാതെ അന്നെ അടിച്ച് സൈഡാക്കിയ തൊപ്പി.
എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടുകാരെയും എൻ്റെ ലവറിൻ്റെയും എൻ്റെ ബാക്കിയുള്ളവരുടെയും മുന്നിൽ എന്നെ കുണ്ടനാക്കിയ തൊപ്പി, എന്നെ ഡ്രഗ് യൂസറാക്കിയ തൊപ്പി, ആ തൊപ്പീൻ്റെ തെളിവ് റെഡ് ഹാൻഡഡ് ആയിട്ട് ഒരുത്തൻ്റെ കയ്യിലുണ്ട്. കാശ് കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഷമീർ അത് മേടിച്ചില്ല. ഷമീർ അത് സീക്രട്ട് ഏജൻറ്റിന് വെച്ച് നീട്ടുന്നു. സീക്രട്ട് ഏജൻറ്റ് മേടിച്ചില്ല എന്നാണ് എന്നിട്ട് അവൻ്റെ പരാതി. ഈ ആരോടാണ് ഉളുപ്പില്ലാത്തവൻ ഇതൊക്കെ പറയുന്നത്? ഈ ജനങ്ങളോടോ? ഞാൻ വീണ്ടും പറയണു, അൻ്റെത് കണ്ടും കേട്ടും 2 ട്രോളോ മീമോ എടുത്ത് കട്ട് ചെയ്തിടാൻ ചിലപ്പോൾ അവിടെ ചെക്കന്മാർ കാണും. എൻ്റെ കല്ലും പുല്ലും നക്കിയൊരു. അല്ലാത്ത പൊതുജനം അവിടെ ഒരു ലോഡുണ്ട്, ഒരു മോസ്റ്റ് മെജോറിറ്റി പൊതുജനം. അൻ്റെയൊക്കെ ഇമാതിരി നാറിയ 3rd റേറ്റ് കളികൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഈ എൻ്റെ കുറച്ച് കീടങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വാവ് ഷമീർ വാവ് എന്ന് അടുപ്പിച്ചോ. സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരില്ലേ? അങ്ങനെയാണെങ്കിൽ അതെടുത്ത് എന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ജനങ്ങളെ മുന്നിൽ എന്നെ പറഞ്ഞു തൊപ്പി ഇത് ഉപയോഗിക്കുന്നതിൻ്റെ തെളിവുണ്ട്. തൊപ്പി അന്നെ വെല്ലുവിളിച്ചു. ഇജ് പോയി ടെസ്റ്റ് ചെയ്തു, ഇജ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് തെളിഞ്ഞു. ഇത് തൊപ്പീനൊന്ന് തിരിച്ച് വെല്ലുവിളിച്ചിരുന്നല്ലോ. ഇനി ഓനൊന്ന് ഇത് പോയി ടെസ്റ്റ് ചെയ്യട്ടെ എന്ന്. എന്താ തൊപ്പി റിയാക്ട് ചെയ്യാത്തേ? തൊപ്പി എന്താ പോയി ടെസ്റ്റ് ചെയ്യാത്തേ? തൊപ്പി റിയാക്ട് ചെയ്യുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇജ് ആ തെളിവ് കാശ് കൊടുത്ത് മേടിച്ച് പുറത്തിടാ. ആൺകുട്ടിയാണെങ്കിൽ മൊണ്ണ ഷമീറെ. അപ്പൊ അൾട്ടിമേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മനസ്സിലായോ? മൂപ്പര് ഇതല്ല എന്നൊക്കെ പറയെങ്കിലും എന്നോട് പറഞ്ഞത് അതാ, എനിക്ക് ഇതില് അരി വാങ്ങാനല്ലെങ്കിൽ എന്തിനാണ് ബ്രോ ഈ പറഞ്ഞ പോലെ ഡെയിലി ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ വ്ളോഗ് വെച്ച് ഞാൻ ഒരു കാര്യമായിട്ടൊരു കാര്യം ചോദിക്കാം, നിങ്ങളെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് ഇന്നവരായിട്ട് മനസ്സിലായില്ല. അതായത് ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ടന്റ് ഉണ്ട്, ബാക്കിയുള്ള ഇപ്പം ഞാനാണെങ്കിലും തൊപ്പിയാണെങ്കിലും ഹനാൻഷയാണെങ്കിലും നമ്മളൊക്കെ കണ്ടന്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളൊക്കെ കണ്ടന്റ് ചെയ്യാറുണ്ട്, അതായത് ലൈവ് ചെയ്യാറുണ്ട്, വ്ളോഗ് ചെയ്യാറുണ്ട്, ആൾക്കാരെ ചിരിപ്പിക്കാറുണ്ട്, ചിന്തിപ്പിക്കാറുണ്ട്, കരയിപ്പിക്കാറുണ്ട്. വാട്ട് എവർ വി ആർ ഡൂയിങ് കണ്ടന്റ്സ്. മനസ്സിലായോ? ഇത് എന്ത് തരത്തിലുള്ള കണ്ടന്റ്? അതായത് ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ച് അവര് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റോ, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇതിനെ വലിച്ചു കീറിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട്, അതും വലിച്ചു കീറുന്നതിന് കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി ഇതായിട്ട് എന്താ പറയാ, ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓഡിയൻസ് ബേസിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ഷമീർ ഭയങ്കരമായിട്ട് ഏമ്പക്കം വിടുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. എന്താ തൊണ്ട വരളുന്നുണ്ടോ ഷമീറെ? തൊണ്ട വരണ്ടിട്ടാണോ നമുക്ക് വിഷയം? ഈ ആദ്യം അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ വീഡിയോ ചെയ്യാൻ. കാരണം ബോധത്തിൽ ചെയ്താലേ ഇതിനെക്കുറിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പിച്ചും പേയും വിളിച്ച് പറയുന്ന നാട്ടുകാർ എനിക്കിങ്ങനെ ഊക്കാൻ വേണ്ടി നിന്ന് വന്നിട്ട് കാര്യമില്ല എന്ന് പറയും. മനസ്സിലായോ? എൻ്റെ കണ്ടന്റ് എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇജൊക്കെ എൻ്റെ ലൈവിൽ കാണിച്ചിരുന്ന അതേ കണ്ടന്റ് ഡിസ്കോഡ് എടുത്ത് വെച്ച് അതിനകത്തിരുന്നിട്ട് ഓരോരുത്തർ അയച്ചു തരുന്ന സാധനം ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നല്ലോ. മരം മൊയന്തേ, അതിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഗിമിക്കില്ല, സ്ക്രിപ്റ്റില്ല, ഫേക്കില്ല. മനസ്സിലായോ? ഡയറക്റ്റ് സാധനം, എഡിറ്റ് പോലും കുറവാണ്, റോ സാധനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ എൻ്റെ കണ്ടന്റ് അല്ലാതായിരിക്കും? കുറേ കാലമായി കുറേ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരുടെ കണ്ടന്റ് 45-50 മിനിറ്റ് വീഡിയോയിൽ ബാക്കിയുള്ളവരുടെ ക്ലിപ്പ് പ്ലേസ് ചെയ്ത സമയം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഏറിപ്പോയി 15 മിനിറ്റ്. ബാക്കി 25-35 മിനിറ്റ് സംസാരിക്കുന്നത് ഞാനാ, വിത്തൗട്ട് എനി സ്ക്രിപ്റ്റ്. മനസ്സിലായോ? എൻ്റെ ശബ്ദം, എൻ്റെ മുഖം, എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ തോട്ട്സ്, എൻ്റെ ഫൈൻഡിങ്സ്, അത് എൻ്റെ കണ്ടൻ്റാണാ കൂട്ട. അതാണൊരു റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ ഫെയർ യൂസ് പോളിസി ഈസ് ദെയർ ഇൻ യൂട്യൂബ്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാന്യമായിട്ട് കണ്ടൻറ്റുകൾ ചെയ്യാം. ഇഫ് യു പബ്ലിഷ് എ കണ്ടൻറ്റ് ഇൻ യൂട്യൂബ്, അത് ഫെയർ ആയിട്ട് വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള പോളിസി അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായില്ല? ആ ഫെയർ യൂസ് പോളിസി ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ കണ്ടൻറ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെടാ മരമോ എന്താ എനിക്ക് കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാവാത്തേ? ഇജ് ചെയ്യുന്നപ്പോൾ എന്താ? എൻ്റെ ഡാൻസും സ്ക്രിപ്റ്റും എൻ്റെ ഗെയിമുകളൊക്കെ ഇജ് ഇപ്പം തുടങ്ങിയതാ. ഇരുന്ന് റിയാക്ട് ചെയ്യായിരുന്നല്ലോ ഡിസ്കോഡിൽ ആൾക്കാർ അയച്ചെന്ന സാധനം രാവിലെ മുതൽ രാപ്പകലില്ലാതെ. ഇതേ റിയാക്ഷൻ പരിപാടിയാണ് ചെയ്തിരുന്നത്. എന്നിട്ട് ഓൻ വന്ന് പറയുക അവനെ അറിയില്ല എന്താ കാണിക്കണേ. നാട്ടുകാർക്ക് എന്തൊക്കെയാണ് കൊടുത്ത ഇൻഫർമേഷൻ, കോമഡി അല്ലേ ആണ്ടി. അപ്പൊ അതിന്റെ പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവ എന്നെ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതായത് ഇവന്റെ ചാനലിൽ ഞാൻ എന്റെ വീഡിയോക്ക് കോപ്പിറൈറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയതാ ഈ വ്യക്തി, സീക്രട്ട് ഏജന്റ്. ആ റെക്കോർഡ് ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ എഗെയിൻ ചോദിക്കുന്നു, ഈ അത്ര മൊണ്ണയാണോ ഷമീറ? പ്ലീസ് അതൊന്നും ഇനി പറയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡ്രഗ് ടെസ്റ്റിന്റെ കാര്യം ഈ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിലിട്ടത് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് ഇടാം. ഇതൊന്ന് ആലോചിച്ച് നോക്ക്.
ഇന്ത്യയിൽ എന്തൊക്കെ കാണുമായിരിക്കും. അത് അത് ഭയങ്കര മോശം സാധനങ്ങളാണ്. ഞാൻ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല പബ്ലിക്കിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ തീർക്കാനാണ്. ഇപ്പം എൻ്റെ ചെക്കൻ ഇപ്പൊ പറഞ്ഞത് ഇയാൾ പറയുകയാണ്. ഇപ്പൊ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അനക്കിത് മാറ്റിക്കാൻ പറ്റൂലോ, ഇവനെ കൊണ്ട് മാറ്റിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പേഴ്സണലി എടുത്ത് എനിക്ക് അടി കിട്ടിയത് പേഴ്സണലാവും. പിന്നെ ഇത് ഇവിടെ എവിടെയും ഞാൻ തീർക്കില്ല. അത് ഞാൻ ചെയ്യും. എനിക്കിത് തല്ലി വല്യാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ എനിക്ക് ചിന്തിക്കേണ്ടിയിരുന്നു. മനസ്സിലായോ? എൻ്റെ ഈ ഞൊണ്ടാമുന്ന കേസൊന്നും അല്ല, ഏത് ഈ ഡ്രഗ് ടെസ്റ്റ് കേസ് പരിപാടിയൊന്നും അല്ല. ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈം എടുത്തോ. ആ ചെക്കൻ വന്നിട്ട് ഇത് മാറ്റി ഇത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഗെയിൻ എനിക്കൊരു ഓപ്ഷൻ തരികയാണ്. അത് അതന്നെ ആ വിഷയം ഓക്കെ. ഇതിവിടെ നിർത്തിയ, ഇതിവിടെ തീർന്ന, ഇത് റിട്രീവ് അടിച്ച ഇതിവിടെ കഴിയും. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പേഴ്സണലി എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നീ പുളുത്താൻ പറ്റുന്നത് നീ പുളുത്ത്. ഓക്കെ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. എന്താ എന്റെ ഭാവി തുലയ്ക്കോ, അല്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ വളർത്തിയോ, അതായത് തൊപ്പിയോ അനാൻഷായോ ഈ പറഞ്ഞ നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിന്റെ മലബാർ ബെൽറ്റിനെ നിനക്ക് ഇതാക്കാനോ വാട്ടവർ നിനക്ക് എന്താണോ അവരെ ചെയ്യേണ്ടത് അത് നീ ചെയ്തോ. പുളുത്താനുള്ളത് പുളുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ ഞാൻ അവനെ അയച്ച വോയിസ് ഇതിങ്ങനെ ഭീഷണിയാവും, വളരെ ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ വോയിസ് പല സ്ഥലത്തും കട്ടാണ്, ബ്രേക്കാണ്. മനസ്സിലായില്ലേ? പല സ്ഥലത്തും ഞാൻ അയച്ച വോയിസ് ഫുള്ളല്ല അയച്ചിട്ടുള്ളത്, ബ്രേക്ക് കട്ട് സാധനങ്ങൾ. ഇനി അതും തന്നെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി ഇതിൽ ഭീഷണി ഉണ്ടോ? വളരെ മാന്യമായിട്ട് ഈ നാറിനോട് ഞാൻ പറഞ്ഞതാ, നീ വന്ന് സ്ട്രൈക്ക് അടിച്ചത് എന്നോട് പേഴ്സണലി ചെയ്യുന്നൊരു പരിപാടിയാണ്. ഓക്കെ, അത് നീ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഇത് പേഴ്സണലി എടുത്തിട്ട് എന്ത് ചെയ്യാം, നിന്നെക്കുറിച്ചുള്ള പല സാധനങ്ങൾ ഹിയർ സൈസ് ഇതേപോലെ ഓരോരുത്തരും ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ പലരും വന്ന് പലതും പറയും. ഇപ്പം ഹക്കീം അടക്കമുള്ളവർ അന്ന് പറയുന്ന പല കേസുകളുണ്ട് ഇവർ ഈ പഴയ 4 ഗ്യാങ് 5 ഗ്യാങ്ങിൻ്റെ ആൾക്കാരിത്. ഇതൊന്നും ഞാൻ എവിടെയും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഞാൻ ആകെ നിങ്ങൾ പബ്ലിക്കിലിട്ട ഈ ഒരു ടെസ്റ്റിൻ്റെ സാധനം മാത്രം എടുത്തു വെച്ചിട്ടാണ് കോണ്ടന്റ് ചെയ്തത്. അത് നീ ഫേക്ക് ചെയ്ത് സ്കാം അടിച്ച് നാട്ടുകാർ. ഇനിയെങ്കിലും പോയി ജീവിക്കും മോനെ, വിട്. ഇനി ഇല്ല എനിക്ക് പേഴ്സണൽ ആക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്കത് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ഇന്നെ പേഴ്സണലി പ്രൊവോക്ക് ചെയ്ത് ചെറിയൊരുത്തൻ തോണ്ടിപ്പോയാൽ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും വർഷമായിട്ട് ഇവിടെ പണിയെടുത്തിരിക്കുന്നത്? അങ്ങനെ തോണ്ടിപ്പോയൊരുത്തനെ വെറുതെ വിടാൻ പാടും. അതും ഇങ്ങനത്തെ ഒരു ഊള നാട്ടുകാരുടെ മുന്നിൽ ഈ കണ്ട സാധനം വലിച്ചു കയറ്റി സ്ക്രിപ്റ്റ് പഠിച്ച് നാട്ടുകാരെ 24/7 പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊണ്ണ ഊള വന്നിരുന്ന് ഇന്നെ ചെറിയ തോണ്ടിയാൽ ഞാൻ പിന്നെ വെറുതെ പോണോ? ഇപ്പം ഈ തോണ്ടി ഈ എന്താ അർത്ഥം പറഞ്ഞത്, എൻ്റെ ജീവിതം തൊലഞ്ഞിരിക്കും, ഇതിനും കൂടുതൽ തൊലയാനല്ല. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. ഇത് ഭീഷണി എന്നല്ല പറഞ്ഞു. ഭീഷണി എന്താ? ഭീഷണിയല്ല, റിയാലിറ്റി എന്താണെന്ന് ഞാൻ കേൾക്കണം. പറഞ്ഞായിരുന്നു പേഴ്സണൽ ലൈഫ് പോകും. പക്ഷേ ഇവന്മാരൊക്കെ ചെറ്റകളാണ്. ഇവന്മാർക്കൊന്നും സൊസൈറ്റിന് മുന്നിൽ എത്ര നാറിയാലും കുഴപ്പമില്ല. കാരണം ഇവന്മാരൊക്കെ തിങ്കിങ് എന്താ അറിയോ, നാളെ ഇതൊക്കെ നാട്ടുകാർ മറക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ വന്ന വേറൊരു കേസ് വരും, ഇനി അങ്ങനെ പോകണ്ട, ഇതൊക്കെ നാറിയിട്ട് പോയാൽ മതി. അടുക്കളേൻ്റെ അകത്തുനിന്ന് ഫസ്മിനെ എങ്ങനെ നിങ്ങളെ പൊക്കി, എന്ത് വിഷയത്തിൽ സംസാരിച്ച് തീർത്തതിന് ശേഷമാണ് ഇജ്ജ് ഇവിടുന്ന് ദുബായിക്ക് കയറി പോയത്? ഇതൊക്കെ ഫസ്മിനെ പറയട്ടെ. ഫസ്മിന സാക്കിറിനോട് ഞാൻ പറയുന്നു, ഫസ്മിന ഇത് വീഡിയോ ഇട്ട് ഫസ്മിന ജനങ്ങളോട് പറ. ഇനിയാണ് ഫസ്മിന പറയ്. ഫസ്മിന കഥ വന്ന് പറയുമ്പോൾ ഈ ഷമീർ ഓടും ഫസ്മിനേൻ്റെ അടുത്തേക്ക് കയ്യും കാലും പിടിച്ചിട്ട്. ആ ഓട്ടത്തിലും കരച്ചിലും ഫസ്മിന നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ഫസ്മിനോട് പറയാനില്ല. ഓക്കെ, പിന്നെ ഫസ്മിനാൻ്റെ വീഡിയോ തൊപ്പിയും ഫസ്മിനയും ഉള്ളതടക്കം ഈ പറഞ്ഞ ഷമീറിനും ടീമിനും ഈ തൊപ്പി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേഴ്സണലി ഇവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സാധനം. ഫസ്മിനേൻ്റെ പേടിയതാ, തൊപ്പീൻ്റെ ഇവരുടെ പേഴ്സണൽ വീഡിയോസ് ഉണ്ട് ഫസ്മിനേൻ്റെയും തൊപ്പീൻ്റെയും. ഇത് ഷമീറിനും ടീമിനും തൊപ്പി കാണിച്ചു കൊടുത്തു എന്ന് ഷമീർ തന്നെ ഫസ്മിനാനോട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഓൾറെഡി വന്നതാ. അപ്പം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ത്രട്ടനിങ് ചെയ്യാനോ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി ഓളെ ഒതുക്കാനോ ആണെന്നുണ്ടെങ്കിൽ അത് ഒതുങ്ങൂല മക്കളെ. അതുകൊണ്ട് ഇനി ഫസ്മിനെ പറയണം ഇവന്മാരുടെ ഇടപാട് എന്താണെന്നുള്ളത്. ജനങ്ങൾ അറിയണം ഈ നാറികൾ എന്താണെന്നുള്ളത്. ഇത്രയും കാലം ഇവിടെ ഒരു കൂട്ടം ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഈ നാറികൾ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഈ വെല്ലുവിളീൻ്റെ കഥയായിട്ട് വാ. അപ്പം എനിക്ക് ഞാൻ അടുത്ത സാധനം തരാം. ഓക്കെ, ഇത് ചെറുത്, ഇതൊരു തുടക്കം മാത്രമായിട്ട് ഈ കണ്ടാൽ മതി ഷമീറെ. അതിൻ്റെ ഒട്ടുക്കത്തേക്കുള്ള സാധനമുണ്ട്.
ഇത് ചെറുതാണെങ്കിൽ അടുത്തത് എന്താണെന്നുള്ളത് അടുത്ത വഴിക്ക് ഞാൻ പറയും. ഈ ആദ്യം ഇതിനൊരു ഉത്തരം കൊണ്ടാണ് ഫസ്മിനൊരു വീഡിയോ ഇടട്ടെ, അതിനുശേഷം ഷമീറിൻ്റെ ബാക്കി സാധനങ്ങൾ. ബ്രോനെ കൊണ്ട് പറ്റാവുന്ന എന്താന്ന് വെച്ചാൽ അത് ചെയ്യും. ഓക്കെ, നോ പ്രോബ്ലം. കാരണം ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ എൻ്റെ കുറേ ഫാമിലിയിലും ഇതിലൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ കുറേ അധികം ബുദ്ധിമുട്ടി. ഞാൻ എന്താന്ന് പറഞ്ഞ് ഞാൻ സാധാരണ പിടിക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം നീയാ, മനസ്സിലായോ? ആ നീ ഈ പറഞ്ഞ പോലെ ഖാദർ കരിപ്പൊടിയും ഈ പറഞ്ഞ ഹനാൻ ഷായും ഈ പറഞ്ഞ ലൈവില് വന്ന് മെത്തടിക്കുന്ന ഒന്നും നിനക്ക് മിണ്ടാൻ പറ്റൂലെങ്കിൽ പിന്നെന്ത് CBI ആണോ നീ? അല്ലടാ, ഞാൻ CBI അല്ല, ഞാൻ സീക്രട്ട് ഏജൻ്റാണ്. ഞാൻ നീ പറഞ്ഞ വിഷയങ്ങളൊക്കെ സംസാരിച്ച ഒരുത്തനുമാണ്. നിനക്ക് തോന്നുന്ന പോലെ, നിന്നെ സംതൃപ്തിപ്പെടുത്തുന്ന പോലെ ഞാൻ സംസാരിക്കണം. അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന എന്താ, ഞാൻ വന്ന് ഇരുന്ന് അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്യണമെന്നോ? കള്ള ഊളെ എന്നെ പോലൊരു ഫ്രോഡിനെ 100% പറയാം. എന്നേക്കാൾ ഏറ്റവും നല്ലതാണ് ഖാദറും അല്ലെങ്കിൽ ഹനാൻഷി, 100%. ഹക്കീമില്ലടാ, ഹക്കീം അന്നേക്കാ ഫ്രോഡ്, അതെനിക്ക് മനസ്സിലായി. അന്നേക്കാ ഫ്രോഡ് പരിപാടി ഓൻ കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസവും കേൾക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഓനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് തന്നെ റിഗ്രറ്റ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ ഇരുന്നിട്ട്. അത് ഈ പറഞ്ഞൊരു കാര്യം, ഓനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ വെച്ചതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം ദാറ്റ് ഈസ് എ റോങ് ഓപ്ഷൻ. ഒരു ബ്രദറിനെ പോലെ കണ്ട ഒരുത്തൻ നമ്മളോട് ഒരു സാധനം ചോദിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി നമ്മളെയും കൂടി വഞ്ചിച്ച പരിപാടിയാണ് അവൻ കാണിച്ചത്. നാട്ടുകാരുടെ മുന്നിൽ ഓൻ്റെ പേര് പറയുമ്പോഴടക്കം നമുക്കിപ്പോൾ തല താത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ. അത് നാറിയ പരിപാടി, നാറിയാണ്. അത് വിട്, ഓൻ്റെ കേസ് ഞാൻ സമ്മതിച്ചു തന്നു. പക്ഷെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നീ ഏതാടാ നാറി? നീ ഏതാ? പിന്നെ നീ പറഞ്ഞല്ലോ നിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നിൻ്റെ ഡ്രഗ് കേസ് എക്സ്പോസ് ചെയ്തതുകൊണ്ട് നിൻ്റെ നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും വിഷമത്തിലായി, അല്ലെങ്കിൽ നിനക്ക് പ്രശ്നമായിരുന്നു. എടാ, നിന്നെ കുണ്ടനാക്കിയത് തൊപ്പി, നിന്നെ ഈ ഡ്രഗ് കേസിലേക്ക് വലിച്ചിട്ടത് തൊപ്പി. ഇതാ ഞാൻ പറഞ്ഞത്. ഇവൻ ഇപ്പോഴും ഇവൻ്റെ പാർട്ട്ണറിനെ എന്താ അറിയോ, ഇവന് പറയാൻ പറ്റുന്നില്ല. ഇവന് സീക്രട്ട് ഏജൻ്റാണ് ഇവൻ്റെ വീട്ടിൽ ഇവനെ നാട്ടിച്ചതെന്നാണ് പറയുന്നത്. എടാ, ഞാനെൻ്റെ പെരക്കാർക്ക് ചെയ്താൽ നല്ലതാണ് അത്. നിങ്ങളെ മോൻ ഇപ്പോഴും കള്ളം പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ കല്ലും പുല്ലും അടിച്ച് നടക്കുകയാണ്. ബാണെങ്കിൽ കൊണ്ടുപോയി അവനെ രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് വീട്ടുകാരെ വരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ഇട്ടത്. എന്നിട്ട് എന്നോട് എടാ ഉളുപ്പില്ലാത്ത നാറി, ഇത്രയൊക്കെ ഈ ഇന്നലെ വന്നിരുന്ന് പറഞ്ഞല്ലോ. എൻ്റെ വീട്ടുകാരെ ഇത്രയും ഞാൻ എന്താ പറയുക സങ്കടപ്പെടുത്തി ഒരുത്തനാണെങ്കിൽ ഈ എന്തിനാടാ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് എല്ലാത്തിനും ലവ് ചിഹ്നിട്ടിട്ട് പോയത്? ബ്രദർ എന്ന് വിളിച്ച് മറ്റേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയത്. അപ്പം എനിക്ക് ഓരോ സാധനം അടിച്ച് കയറ്റുമ്പോൾ ഒരു മൂഡ്, അതില്ലാത്തപ്പോൾ വേറെ മൂഡ്. എനിക്ക് ആള് തെറ്റിപ്പോയി ഷമീറെ, മനസ്സിലായോ? ആള് തെറ്റിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഫസ്മിന പറഞ്ഞ കഥ, ആ കഥ ഫസ്മിന കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ കഥ ഫസ്മിന കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതുവരെ നാട്ടുകാരുടെ മുന്നിൽ കളിച്ച കളിയോ അല്ലെങ്കിൽ വെളുപ്പിക്കൽ പരിപാടിയോ ഒന്നും ആയിരിക്കില്ല. അതും കൂടിയാണ് നാട്ടുകാർ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അവിടെ ഇജും മൂങ്ങും, എൻ്റെ ബോസ് തൊപ്പിയും മൂങ്ങും, നിങ്ങളെ ഈ പന്ന സ്ക്രിപ്റ്റും മൂഞ്ചും. മനസ്സിലായോ? ഉണ്ടാക്കാൻ വന്നിരുന്നിട്ട് അനക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭീഷണിയൊന്നും ഞാൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ മാന്യമായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് എടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് വിട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അവൻ്റെ ഓടി കാറും അവൻ്റെ മറ്റേ ട്രേഡിങ്ങിൻ്റെ ബലവും അവൻ്റെ വല്ലയ്ക്കാൻ്റെ മൂടും എല്ലാം കൂടി തരുന്നുണ്ടാണെങ്കിൽ ഞാൻ കേട്ടോ താങ്ങുമെന്ന് എനിക്കൊന്ന് നോക്കണം. 10 തെറി വിളിക്കുമായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ വന്നിട്ട്. അത് ചിലപ്പോൾ മാസമായിട്ട് വെട്ടിയിടാൻ കുറച്ച് എൻ്റെ പിള്ളേരും കാണും. സീക്രട്ട് ഏജൻറ്റിനെ ഊക്കി വിട്ടു ഷമീർ, തെറി വിളിച്ചു എന്ന്. ഒറ്റയ്ക്ക് മുഖത്തോട് മുഖം നോക്കി തെറി വിളിക്കാനാണെങ്കിൽ പോരും കിട്ടും മലപ്പുറം അങ്ങാടിക്ക്. അല്ലെങ്കിൽ ഈജ് പറയുന്ന അങ്ങാടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ വരാം. വീഡിയോയിൽ ഇരുന്നിട്ടുള്ള ഈ ഉമ്മാക്കി കളിയല്ല, നേരിട്ട് തെറി വിളിച്ച് തീർക്കാനാണെങ്കിൽ പോവാം. ഈ ലൊക്കേഷൻ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോരാം. മനസ്സിലായില്ല എനിക്ക്? ഷമീറിനോട് ഞാൻ വീണ്ടും പറയുന്നു, ഇന്നെ വലിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ട് ഈ സ്വയം വെളുക്കാനുള്ളൊരു ഡിറ്റർജൻ്റായിട്ട് ഈ ഇന്നെ യൂസ് ചെയ്താൽ തുടങ്ങി. അത് നിർത്തിക്കോ. അത് നിർത്തിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അണക്ക് വലിയ കുഴിച്ച കുഴിയായിരിക്കും. ആ കുഴി ഞാൻ തന്നെ കുഴിക്കും, ഞാൻ തന്നെ അതിൽ മണ്ണൂടും. ഓക്കെ, ഷമീർ അതുകൊണ്ട് ജീവിച്ച് പോവുകയാണെങ്കിൽ ജീവിച്ച് പോവുക. അവന് പെരക്കാരോടും പറയാനുള്ളത്, ചെക്കൻ ജീവിച്ച് പോകാൻ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോകാനുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുക്കി കൊടുത്തോളി. അല്ലെങ്കിൽ ബാധ്യതയാവും നിങ്ങൾക്ക്. തീർത്താ തീരാത്ത മാനം കെട്ടൊരു ചാപ്റ്ററായിട്ട് മാറും നിങ്ങളെ കുടുംബത്തിൽ ഈ ചങ്ങായി. രക്ഷപ്പെട്ടു പോകാണെങ്കിൽ പൊയ്ക്കോ ഷമീർ. എഗെയിൻ ഞാൻ വാൺ ചെയ്യുന്നു, രക്ഷപ്പെട്ടു പോകാനാണെങ്കിൽ പൊയ്ക്കോ. ഒരു പ്രശ്നവും ഇല്ല. ഇന്നെ പ്രൊവോക്ക് ചെയ്ത് 10 ആളുടെ പേരും പറഞ്ഞ്
ഹനാൻ ഷാൻ്റെ പേരും പറഞ്ഞ്, ഹക്കീമിൻ്റെ പേര് പറഞ്ഞ്, ഖാദറിൻ്റെ പേര് പറഞ്ഞ് സീക്രട്ട് ഏജൻറ്റ് വെളുപ്പിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം വെളുക്കല്ലേ, കുഴി കുത്തണ്ട. ഇത് വീണ്ടും ഞാൻ എന്നോട് പറയുന്നു, മാന്യമായിട്ട് പറയാണ്. ഈ പറഞ്ഞ ഭാഷയിൽ ഞാനക്ക് റിപ്ലൈ തന്നു. ഇനിയിപ്പോൾ മാന്യതേൻ്റെ സ്വരത്തിൽ പറയാം. ഷമീറിന് ഇതിവിടെ നിർത്താൻ പറ്റിയോ ഷമീർ നിർത്തിക്കോ. കാരണം ഈ ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് നാറാനൊന്നുമില്ല, എനിക്ക് പോകാനൊന്നുമില്ല. അണക്കില്ലെങ്കിൽ എൻ്റെ പെരക്കാർക്കുണ്ടാ, എൻ്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഇല്ലേ ഇതൊക്കെ പോവാൻ. ഇതൊക്കെ ചെയ്തു വെച്ച ചില്ലറ പരിപാടിയല്ലല്ലോ. നാട്ടുകാരെടുത്ത് പച്ച വെളിച്ചത്തിലോ അല്ലെങ്കിൽ ഇരുട്ടിലോ വന്ന് ഒരു 4 ആൾ കൂടുന്നിടത്ത് ഒരാളെക്കുറിച്ച് കേൾക്കുന്നതോ പറയാൻ പറ്റുന്നതോ ആയിട്ടുള്ള കഥകളൊന്നും അല്ലല്ലോ ഇതൊന്നും. അപ്പോൾ കാണാം ഷമീറേ.